ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് വീണ്ടും ക്രിസ്തുമസിൻ്റെ ചിന്തകളിലേക്ക് കടക്കാം. താരകങ്ങൾ കണ്ണിമ വെട്ടാതെ ഭൂമിയെ നോക്കി നിന്ന കുളിരാർന്ന ആ രാത്രി വിണ്ണിൽ നിന്ന് താണിറങ്ങി വന്ന വാനദൂതരാണ് ആദ്യത്തെ ക്രിസ്തുമസ് സന്ദേശം മാലോകരെ അറിയിച്ചത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുവിൻ്റെ ജനനം സ്വർഗത്തിലും ഭൂമിയിലും സംജാതമാകുന്ന അല്ലെങ്കിൽ സംജാതമാക്കുന്ന സകലത്തെയും ഈ രണ്ട് ആശംസകളിൽ മാലാഖമാർ സംഗ്രഹിക്കുന്നുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആശംസയുടെ പൊരുൾ എന്താണ്? വിജയിക്കാമായിരുന്നിട്ടും തോറ്റുകൊടുക്കുന്നതും സ്വന്തം മഹിമ മറന്ന് ചെറുതാകാൻ തയ്യാറാകുന്നതുമാണ് സന്മനസ്. താനാണ് വലിയവൻ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. മറ്റൊരാൾ പറയുന്നതിൽ സത്യമുണ്ടെന്ന് തെളിഞ്ഞിട്ടും അല്ലെങ്കിൽ തെളിഞ്ഞാലും അതൊന്ന് അംഗീകരിച്ചു കൊടുക്കാൻ അംഗീകരിച്ചു കൊടുത്താൽ ഞാൻ ചെറുതായി പോകും എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭയം. എന്നെ അങ്ങനെ അങ്ങ് കൊച്ചാക്കാമെന്ന് കരുതണ്ട എന്ന് പറയുന്നവരെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആരും ചെറുതാകാൻ തയ്യാറാത്തത് കൊണ്ടാവണം ദൈവം എന്തായത് ചെറുതായി വന്നത്. എന്തുകൊണ്ട്? ദൈവം സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഒരു കാലിത്തൊഴുത്തിലേക്ക് കടന്നു വന്നു. മറ്റുള്ളവരെ ചെറുതാക്കാൻ ശ്രമിക്കുന്നവർക്കല്ല, വലുതായിരുന്നിട്ടും ചെറുതാവുന്നവർക്കാണ് സന്മനസ്സുള്ളത് എന്ന് നമ്മെ പഠിപ്പിക്കാൻ കൂടിയാവണം അവിടുന്ന് ഒരു ശിശുവായി അവതരിച്ചത് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് സന്മനസ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവധം അത്ര അധികമായി ദൈവം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്മസ് അതിനാൽ തന്നെ ദൈവം മനുഷ്യകുലത്തോട് കാണിച്ച ഏറ്റവും വലിയ സന്മനസ്സിൻ്റെ അനുസ്മരണമാണ്. മറ്റൊരാൾക്ക് പ്രതിഫലേച്ഛയില്ലാതെ എന്തെങ്കിലും നൽകാൻ ആരെങ്കിലും തയ്യാറാവുമ്പോഴേ അവിടെ ക്രിസ്മസ് എന്ന വാക്കിന് അർത്ഥവത്താവുകയുള്ളൂ. അതാണ് എൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സ്, അതാണ് ക്രിസ്മസ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരിലൂടെയാണ് രക്ഷകൻ എന്നും പുനർജനിക്കുന്നത്. പുൽക്കൂട്ടിൽ നിൽക്കുന്നവരൊക്കെ ഇത്തരം സന്മനസ്സുകൾക്ക് ഉടമകളായിരിക്കണം. അതിനാൽ തന്നെ അവിടെ ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ പ്രതീകമാകുന്നു. ദൈവഹിതത്തിന് മുൻപിൽ തൻ്റെ ബുദ്ധി അടിയറ വെച്ച് തലകുനിച്ച് നിൽക്കുന്ന മറിയത്തിൻ്റെയും അവളെ അപമാനിക്കാനും താറടിക്കാനും മതിയായ കാരണമുണ്ടായിട്ടും അത് ചെയ്യാതെ ദൈവാഷ്ടത്തിന് കാതോർത്ത യൗസേപ്പിൻ്റെയും സന്മനസ്സുകൾ ചേർന്നപ്പോഴാണ് ക്രിസ്മസ് ഉണ്ടായത്. ആ രണ്ട് ചേരലുകളാണത്. ഒരു പിറുപിറുക്കും ഉണ്ടായിട്ടില്ല, ഒരു കുറ്റപ്പെടുത്തലും ഉണ്ടായിട്ടില്ല. മറിയം യൗസേപ്പിനെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല. എന്താണ് മനുഷ്യൻ, നിങ്ങൾ ഇത്രയും എന്നെ നടത്തണേ, നിങ്ങൾ എന്താ നോക്കിയിരുന്നേ? നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ ഇങ്ങനെ സീസറിൻ്റെ കൽപ്പന നോക്കെ നിങ്ങൾ എന്താ നോക്കി നടന്നിരുന്നേ? എനിക്ക് മുറിയൊന്ന് നോക്കി വയ്ക്കായിരുന്നില്ലേ? ഇപ്പം എന്നെ ഇങ്ങനെ നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾക്കിതൊന്നും മനുഷ്യ. ഒരു സാധാരണ സ്ത്രീ പറയുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. മറിയം എവിടെയെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയും മറിയം യോസേപ്പിനെ കുറ്റപ്പെടുത്തുന്നതായിട്ടോ ഒരു വാക്കുകൾ എവിടെയും പറയുന്നതായിട്ട് കാണപ്പെടുന്നില്ല. അതാണ് മറിയത്തിൻ്റെ മഹത്വം. വിനയം നിറഞ്ഞ ആട്ടിടയന്മാർ, അത് മറ്റൊരു മഹത്വം. ആരാധകരായ ജ്ഞാനികൾ, അത് മറ്റൊരു മഹത്വം. സ്തുതി പാടുന്ന മാലാഹന്മാർ, അത് മറ്റൊരു മഹത്വം. തുടങ്ങി സന്മനസ്സുള്ള അനേകരുടെ സംഗമവേദിയാണ് പുൽക്കൂട് അല്ലെങ്കിൽ ബത്ലഹേം, ക്രിസ്തുവിൻ്റെ ജനനം. സ്വീകരിക്കുന്നതിനേക്കാൾ നൽകാനും ആരെയും ചെറുതാക്കാതെ സ്വയം ചെറുതാകാനും വിട്ടുവീഴ്ച ചെയ്യാനും മറക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറാകുന്നവരുടെ ഹൃദയം സന്മനസ്സുള്ളതാണ്. അത്തരം ഹൃദയങ്ങൾ പുൽക്കൂടിന് സമാനമാണ്. അവിടെയാണ് ദൈവിക സമാധാനം വന്നെന്നറിയുന്നത്. അതുകൊണ്ടാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആശംസയുടെ പൊരുൾ. അവിടെയാണ്
സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനത്തിൻ്റെ പൊരുൾ നിലനിൽക്കുന്നത്. ഈ കൊച്ചു ചിന്ത നിങ്ങളിലേക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.